മോളെ പീഡിയാട്രീഷനെ കാണിക്കാനായിട്ട് ബുക്കിംഗ് കിട്ടിയ കാര്യം 4 മണിക്കാണ് ഓർമ്മ വരുന്നത്. 4:30 ബുക്കിംഗ് കിട്ടിയിട്ട് 4 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ചിന്തിച്ച് തുടങ്ങി തന്നെ ഭാഗ്യം. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ യാത്രയായി എന്നുള്ളതാണ്. പുതുക്കാട് സിഗ്നലെത്തിയപ്പോഴാണ് ഞങ്ങളെക്കാളും തിരക്കിട്ട് യാത്ര ചെയ്യുന്ന ചില ഓട്ടോചാട്ടന്മാരെയൊക്കെ കണ്ടു. സിഗ്നലിൽ വായുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇത് പറഞ്ഞേനെ. അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? സംഭവം ഒരു 4-5 മണി ആവാറായിട്ടുണ്ടെങ്കിലും സൂര്യേട്ടന് യാതൊരു ക്ഷീണമൊന്നുമില്ല കേട്ടോ. പുള്ളിക്കാരൻ നല്ല സ്ട്രോങ് ആണ്. ഞങ്ങൾ നല്ല കരിഞ്ഞ് ഒരു പരിവാക്കാനുള്ള പരിപാടിയൊക്കെ മുകളിൽ നിന്ന് നല്ല രീതിയിൽ ചെയ്തു തരുന്നുണ്ട്. രോഹിണി ഹോസ്പിറ്റലിൻ്റെ ബോർഡ് കണ്ടപ്പോൾ എൻ്റെ പകുതി ആശ്വാസമായി. ഈ വണ്ടി ഓടിച്ച് മടുത്തുന്നേ. മെല്ലെ മെല്ലെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്തി. ഞങ്ങളവിടെ നിർത്തി അവർ രണ്ടുപേരും അകത്തേക്ക് അങ്ങ് വിട്ടു. ഈ ഹോസ്പിറ്റലിലും ഡോക്ടർമാരെ കാണാനൊക്കെ സ്ഥിരം കയറി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കാര്യങ്ങളും ഞാൻ കുറച്ച് അകലം കാണിക്കാറുണ്ട്. വണ്ടി നിർത്തിയപ്പോൾ കണ്ട കാഴ്ച ഹോസ്പിറ്റൽ പാർക്കിങ്ങിലെ ഏതാണ്ട് ഹൈപ്പർ ചാർജ്. ഇതൊക്കെ കാണുമ്പോഴാണ് ഓൺലൈൻ എടുത്ത് കിണറ്റിടാൻ തോന്നുന്നത്. 4:30 കിട്ടിയ ബുക്കിങ്ങിൽ 5:10 കയറി വന്നിട്ട് ടോക്കൺ എടുത്ത് അകത്ത് കയറണമെങ്കിൽ ഈ നടന്നു വരുന്ന ഈ മുതലിൻ്റെ ഒറ്റ കോൺഫിഡൻസ് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യം. എത്ര വൈകിയാലും എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും പുള്ളിക്കാരത്തി ഡോക്ടറെ കണ്ടിട്ടേ അവിടെ നിന്ന് പോകാറുള്ളൂ എന്നുള്ളതാണ്. ഡോക്ടർ ജിഷയിലാണ് ഞങ്ങളുടെ ഫേവറേറ്റ്, ഞങ്ങളുടെ മാത്രമല്ല അപ്പൂസിൻ്റെയും. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ ഈ ഹോസ്പിറ്റലുകാർ സമ്മതിച്ചേ പറ്റൂ എന്നുള്ളതാണ്. മാക്സിമം എല്ലാവരും ഉള്ള മരങ്ങളൊക്കെ വെട്ടിത്തെറിച്ച് മാക്സിമം പാർക്കിംഗ് സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഉള്ള മരത്തിന് അതുപോലെ നിലനിർത്തിയിട്ട് ഒരു ഹോസ്പിറ്റൽ എത്രത്തോളം ഭംഗി പിടിപ്പിക്കാമെന്ന് ഇവരെ കണ്ടുപിടിക്കണം. വെറുതെ നിന്ന് ബോറടിക്കാതിരിക്കാൻ എന്താ ആലോചിക്കേണ്ടതെന്ന് ആലോചിക്കുന്ന ഞാൻ. പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ കുറേ സമയം അങ്ങ് വെറുതെ കളഞ്ഞു. പുറത്ത് ഞാൻ വെറുതെ നിൽക്കണിട്ട് ഓടി വന്നപ്പോൾ ഞാൻ വിചാരിച്ച എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. സംഭവം അതൊന്നുമല്ല. തൊട്ടപ്പുറത്തെ വീഡിയോയിൽ എന്തോ ഒരു പെൻസിൽ കണ്ടുവച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി. ആദ്യം നടക്കില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സിദ്ദിഖ് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാ. സംഭവം ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ അടുത്തേക്ക് ഓടി വന്നൊരു വരവുണ്ട്. അവളുടെ മുഖം മാത്രം മതി സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ലാഭമായല്ലോ എന്ന് ചിന്തിക്കാനായിട്ട്. അപ്പൂസ് പിന്നെ കുറേ നേരം അതിൻ്റെ പിന്നാലെ ആയിരുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞു. മെഡിസിൻ എന്തോ എഴുതിയിട്ടുണ്ട്. അത് മേടിച്ച് ഞങ്ങൾ മെല്ലെ തിരിക്കാനുള്ള പരിപാടിയായി. മരുന്നും മേടിച്ച് ഞങ്ങൾ നേരെ വിട്ടത് ഇച്ചുവിൻ്റെ വീട്ടിലേക്കാണ്. ഈ ജോലി തിരക്ക് കൊണ്ട് കാരണം പല ഫംഗ്ഷനും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഏറ്റവും പ്രിയപ്പെട്ടവർ വളരെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ വരെ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും കൺവിൻസ് ചെയ്യാനും വേണ്ടി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. കുറച്ചധികം നല്ല സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഈ പേര് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ടീം 4B. ചേർപ്പ് ഭാഗത്ത് ഇവരെ വെട്ടാനുള്ള ഒരു ട്രാവൽസ് വേറെ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. പോകുന്ന വഴിക്ക് ചങ്കിൻ്റെ ഒരു മിസ് കോള്, എന്നാൽ അവിടെയും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നാൾ മുമ്പാകാൻ മേടിച്ച വളരെ ചെറിയൊരു വണ്ടിയും കൂടി കാണാനുള്ളൊരു ഭാഗ്യം പോണ പോക്കിൽ നടന്നു എന്നുള്ളതാണ്. ഈ ഹയ്യാബൂസ സമൂസയുടെ ആരായിട്ട് വരുന്ന ചോദിച്ച ആളാണ് ഇതുമ്മ കയറിയിരിക്കണത്. ബ്രേക്ക് എവിടെയാണെന്ന് അറിയില്ല, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. ഒരു കണക്കിന് എങ്ങനെയൊക്കെ ഒപ്പിച്ചു. പക്ഷെ ശബ്ദം കേട്ടപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കിളി ഏത് വഴി പോയിന്ന് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. പെട്ടെന്ന് തിരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ലൈറ്റായിട്ട് ചെറുതായിട്ട് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ടാറ്റ ബൈ, സീ യു.